നമസ്കാരം, മണി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു ഫിനാൻഷ്യൽ ടൂളിനെ കുറിച്ചാണ്. പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ. അപ്രതീക്ഷിതമായ ചിലവുകൾ വരുമ്പോൾ പെട്ടെന്ന് പണം കണ്ടെത്താൻ ഇത് എങ്ങനെ സഹായിക്കുമെന്നും ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ആദ്യം എന്താണ് ഈ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ എന്ന് നോക്കാം. നിങ്ങൾക്ക് ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ബാങ്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ലോൺ ഓഫർ ചെയ്യാറുണ്ട്. നിങ്ങൾ ലോണിനായി അപേക്ഷിക്കുന്നതിന് മുൻപേ നിങ്ങൾക്ക് ഒരു നിശ്ചിത തുക വരെ ലോൺ അനുവദിക്കാമെന്ന് ബാങ്ക് മുൻകൂട്ടി അറിയിക്കുന്നതിനെയാണ് പ്രീ അപ്രൂവ്ഡ് ലോൺ എന്ന് പറയുന്നത്. പ്രീ അപ്രൂവ്ഡ് ലോൺ എടുക്കുന്നത് കൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ പേഴ്സണൽ ലോണിന് അപേക്ഷിക്കുമ്പോൾ എടുക്കുന്ന സമയം ഇതിന് കുറവാണ്. നിങ്ങൾ മുൻകൂട്ടി യോഗ്യനാണ് എന്ന് ബാങ്കിന് അറിയാവുന്നത് കൊണ്ട് ലോൺ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ KYC വിവരങ്ങൾ ബാങ്കിന്റെ കയ്യിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഡോക്യുമെന്റേഷൻ കുറവായിരിക്കും. ഓൺലൈനായോ ബാങ്കിന്റെ ആപ്പ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ വളരെ എളുപ്പത്തിൽ ലോൺ എടുക്കാൻ സാധിക്കും. ചിലപ്പോൾ ബാങ്കുകൾ പ്രീ അപ്രൂവ്ഡ് ലോണുകൾക്ക് കുറഞ്ഞ പലിശ നിരക്കുകളോ പ്രോസസ്സിംഗ് ഫീസ് ഇളവുകളോ നൽകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രീ അപ്രൂവ്ഡ് ലോൺ കിട്ടുമെന്ന് ഒന്ന് നോക്കാം. ഇവ പരിശോധിക്കാൻ പല വഴികളുണ്ട്. ഓൺലൈൻ ബാങ്കിംഗ്. നിങ്ങളുടെ ബാങ്കിന്റെ വെബ്സൈറ്റിലോ മൊബൈൽ ആപ്പിലോ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് പ്രീ അപ്രൂവ്ഡ് ലോൺ ഓഫർ ഉണ്ടോ എന്ന് കാണാൻ സാധിക്കും. ബാങ്കിംഗ് ആപ്പ്. ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ പേഴ്സണൽ ലോൺ സെക്ഷനിൽ പ്രീ അപ്രൂവ്ഡ് ഓഫറുകൾ ഉണ്ടാകാം. SMS അല്ലെങ്കിൽ ഇമെയിൽ. ബാങ്കുകൾ ചിലപ്പോൾ SMS വഴിയോ ഇമെയിൽ വഴിയോ പ്രീ അപ്രൂവ്ഡ് ലോൺ ഓഫറുകൾ അറിയിക്കാറുണ്ട്. ബാങ്ക് ശാഖ സന്ദർശിക്കുക. നിങ്ങളുടെ ബാങ്കിന്റെ അടുത്തുള്ള ശാഖയിൽ പോയാൽ നിങ്ങൾക്ക് പ്രീ അപ്രൂവ്ഡ് ലോൺ ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയാൻ സാധിക്കും. പ്രീ അപ്രൂവ്ഡ് ലോൺ എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രീ അപ്രൂവ്ഡ് ഓഫറുകൾ കിട്ടിയെന്ന് കരുതി ലോൺ ഉറപ്പായിട്ടും കിട്ടുമെന്ന് വിചാരിക്കരുത്. ബാങ്ക് നിങ്ങളുടെ അപേക്ഷ വീണ്ടും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ലോൺ അനുവദിക്കണോ എന്ന് തീരുമാനിക്കുകയുള്ളൂ. പ്രീ അപ്രൂവ്ഡ് ലോൺ ആണെങ്കിലും മറ്റു ബാങ്കിലെ പലിശ നിരക്കുകളുമായി താരതമ്യം ചെയ്യുന്നത് നല്ലതാണ്. കുറഞ്ഞ പലിശ നിരക്ക് കിട്ടുന്നിടത്ത് നിന്ന് ലോൺ എടുക്കാൻ ശ്രമിക്കുക. ലോൺ എടുക്കുന്നതിന് മുൻപ് എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുക. പ്രോസസ്സിംഗ് ഫീസ്, തിരിച്ചടവ് കാലാവധി തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രീ അപ്രൂവ്ഡ് ലോൺ എളുപ്പത്തിൽ കിട്ടുമെന്ന് കരുതി ആവശ്യമില്ലാതെ ലോൺ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കടം കൂടുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കും. പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ അത്യാവശ്യ ഘട്ടങ്ങളിൽ വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. പക്ഷേ ഒരു സാമ്പത്തിക ആസൂത്രണമില്ലാതെ എടുത്തുപയോഗിച്ചാൽ ഇത് ദോഷകരമായി ഭവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വിവേകത്തോടെ തീരുമാനമെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പ്രയോജനപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.